സുധാകരാ, കൊത്തി കൊത്തി മുറ്റത്ത് കയറി കൊത്തിയോ? നിങ്ങൾക്കെതിരെ KPCC ഫണ്ട് വെട്ടിപ്പടക്കം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ DCC മുൻ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ്. തലസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവും മുൻ കോർപ്പറേഷൻ കൗൺസിലറും K കരുണാകരൻ്റെ സന്തത സഹചാരിയുമായിരുന്ന സതീഷ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടാണ് ഈ ആരോപണങ്ങൾ ഉയർത്തിയത്. സാധാരണ പ്രവർത്തകർ കൊടും വെയിലത്ത് വീടുകളിലും മറ്റും കയറിയിറങ്ങി പിരിച്ച KPCC ഫണ്ട് മുഴുവൻ സുധാകരൻ കൊള്ളയടിക്കുകയും ദൂർത്തടിക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണം കേട്ടപ്പോൾ ഒരു സാധാരണ പ്രവർത്തകൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഫണ്ട് മോട്ടിക്കുന്നവരുടെ തലയിൽ ഇടുത്തി വീഴുമെന്ന്. ഇങ്ങനെയും പ്രവർത്തകർ പറയൂ? ഫണ്ടിനെക്കുറിച്ച് KPCC എക്സിക്യൂട്ടീവിലോ മറ്റ് കമ്മിറ്റികളിലോ ഒന്നും ചർച്ചയ്ക്ക് സുധാകരൻ തയ്യാറാകുന്നില്ല. തിരുവനന്തപുരം ഉദയ പാലസിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് പരിപാടിയിൽ പരിപാടിക്കകത്ത് കയറണമെങ്കിൽ പോലും പ്രവർത്തകർ 500 രൂപ വീതം നൽകണമെന്ന് നിബന്ധന വെച്ചു. അങ്ങനെ ആ പരിപാടി 8 നിലയിൽ പൊളിച്ചു. കണ്ണൂരിലെ CPM നേതാവ് P ശശിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചത് K സുധാകരനാണെന്നാണ് സതീഷ് ഉന്നയിച്ച മറ്റൊരാരോപണം. എന്നാൽ ഈ ആരോപണം ഉന്നയിച്ചയാളെ KPCC ഓഫീസിൽ ശമ്പളക്കാരനായി സുധാകരൻ നിയമിച്ചിരിക്കുക. മാത്രമല്ല, ഇയാളെ കുടുംബസമേതം തലസ്ഥാനത്ത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യുന്നു. വീട് കണ്ടുപിടിച്ചതും വാടക നൽകുന്നതുമെല്ലാം KPCC ആണ്. ഇപ്പോൾ അയാൾ വില്ല വാങ്ങുകയും സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും ചെയ്തു. അയാൾക്ക് ലക്ഷങ്ങളാണ് KPCCയിൽ നിന്ന് നൽകിയതെന്നാണ് തമ്പാനൂർ സതീഷ് ആരോപിക്കുന്നത്. കണ്ണൂരിൽ വീണ്ടും മത്സരിക്കുന്ന സുധാകരൻ്റെ ധാർമ്മികത മണ്ഡലത്തിലാകെ ചർച്ചയിലാണ്. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യരാകുന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ശക്തമായ തെളിവുകളുമായി കേസിൽ പ്രതി ചേർക്കപ്പെട്ട സുധാകരൻ മത്സരത്തിനിറങ്ങുന്നത്. മോൺസൺ മാവുങ്കൽ 1-ാം പ്രതിയായ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട വഞ്ചന കേസിൽ 2-ാം പ്രതിയാണ് സുധാകരൻ. എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിൽ സുധാകരൻ്റെ പങ്ക് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മോൺസണിൽ നിന്ന് സുധാകരൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് ദൃക്സാക്ഷി മൊഴിയുണ്ട്. പണം കൈപ്പറ്റിയ ദിവസം മോൺസന്റെ വീട്ടിൽ വന്നതിന് ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. മോൺസന്റെ കൈവശമുള്ളത് യഥാർത്ഥ പുരാവസ്തു അല്ലെന്ന് സുധാകരൻ അറിയാമായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ സുധാകരനെ അറസ്റ്റ് ചെയ്തത്. വിദേശികൾക്ക് പുരാവസ്തു വിറ്റ വകയിൽ ബാങ്കിൽ കുടുങ്ങിയ മോൺസണിൻ്റെ രൂപ വിട്ടുകിട്ടാൻ ഡൽഹിയിൽ സുധാകരൻ ഇടപെടുമെന്ന ഉറപ്പിൽ പണം നൽകി കബളിപ്പിക്കപ്പെട്ട 6 പേരാണ് കേസിലെ പരാതിക്കാർ. ഫെമ നിയമപ്രകാരം 2,62,00,000 രൂപ തടഞ്ഞു വെച്ചതായി മോൺസൺ പരാതിക്കാരോട് പറഞ്ഞിരുന്നു. ഇക്കാര്യം വിശ്വസിപ്പിക്കാൻ കാണിച്ച രേഖകൾ വ്യാജമാണെന്ന് സുധാകരൻ അറിയാമായിരുന്നു. തടഞ്ഞു വെച്ച തുക ലഭിച്ചാൽ എല്ലാവരും സേഫാകുമെന്ന് മോൺസന്റെ മുന്നിൽ വെച്ച് സുധാകരൻ പറഞ്ഞതായും മൊഴിയുണ്ട്. നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് സുധാകരൻ. മട്ടന്നൂരിലെ നാൽപ്പാടി വാസു വധക്കേസിലെ FIRൽ 1-ാം പ്രതിയായിരുന്നു. UDF അധികാരത്തിലെത്തിയപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. കണ്ണൂർ സേവറി ഹോട്ടലിലെ ജീവനക്കാരൻ K നാണുവിനെ ബോംബെറിഞ്ഞ് കൊന്നത് കയ്യബദ്ധമാണെന്ന് സുധാകരൻ കുറ്റസമ്മതവും നടത്തിയിരുന്നു. ഏതായാലും സുധാകരന് ആപ്പായി മാറുമോ ഈ കേസുകളെന്നാണ് പലരും ചോദിക്കുന്നത്.